എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 19 സെപ്റ്റംബർ 2024 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഫെഡറൽ റിസർവ് ആദ്യമായിട്ട് വെച്ചാൽ 4 വർഷത്തിലാദ്യമായിട്ട് ഡോവിഷ് ആയിട്ട് റേറ്റ് കട്ടിലേക്ക് പോയിരിക്കുകയാണ്. കോവിഡ് പാൻഡമിക്കിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു 0.5 ബേസിസ് പോയിൻറ്റ്സിലുള്ള റേറ്റ് കട്ടിലാണ് ഫെഡറൽ റിസർവ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു റേറ്റ് കട്ട് അത്യാവശ്യമായിരിക്കുന്ന സമയത്ത് യുനാനിമസ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ റേറ്റ് കട്ട്. ഇനിയുള്ള എക്സ്പെക്റ്റേഷൻ പ്രകാരം ഈ വർഷം അവസാനത്തിനുള്ളിൽ 1% റേറ്റ് കട്ട് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് റേറ്റ് കൂട്ടിക്കൊണ്ട് വന്നതിലൂടെ കമ്മിറ്റി ആഗ്രഹിച്ച പ്രകാരം ഏകദേശം 2% ഇൻഫ്ലേഷൻ റേറ്റിലേക്ക് മാർക്കറ്റ് വന്നതിനെ തുടർന്നാണ് ഈ 0.5 റേറ്റ് കട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനുവാദം നൽകിയിരിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റിൽ ഈ ഒരു തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നത് കൊണ്ട് അവസാനം മാർക്കറ്റ് നെഗറ്റീവിലേക്കായിരുന്നു വന്നത്. അതേസമയം വിക്സ് 6.2% ഹയർ ആയിട്ട് 13.37 ഇന്നലെ ക്ലോസ് ചെയ്തത്. അടുത്തതായി FII-DI ഡാറ്റ നോക്കുമ്പോൾ FII ക്യാഷിൽ 1153 കോടിക്ക് ബയ്യേഴ്സ് ആയിരുന്നു. DIAs വളരെ ചെറിയ 152 കോടിക്ക് ബയ്യേഴ്സ് ആയിരുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഇൻഡെക്സ് ഓപ്ഷൻസിലും പോസിറ്റീവാണ്, അതായത് ബയ്യിങ് ആണ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ പോസിറ്റീവാണ്, സ്റ്റോക്ക് ഓപ്ഷൻസിൽ നെഗറ്റീവാണെന്ന് കാണാം. അപ്പോൾ FIIs-ഉം DIAs-ഉം ഇപ്പോൾ മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവാണ്. പക്ഷേ സെലക്റ്റഡ് കൗണ്ടറുകളിൽ മാത്രമേ ബയ്യിങ് നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് മാർക്കറ്റ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ചില സ്റ്റോക്കുകൾ നന്നായിട്ട് കയറുന്നുണ്ട്, അതേസമയം പല സ്റ്റോക്കുകളും അതേപോലെ അനങ്ങാതെ നിൽക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇന്നത്തെ ന്യൂസിൽ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നസറ ടെക്നോളജീസ്. ഈ നസറ ടെക്നോളജീസ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഷെയർ വഴി 900 കോടി രൂപ റേസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. 954.27 പെർ ഷെയർ ആയിട്ടായിരുന്നു ഇഷ്യൂ പ്രൈസ് സെറ്റ് ചെയ്തിരുന്നത്. അടുത്തതായി പവർ ഗ്രിഡ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് പവർ ഗ്രിഡിനെ രാജസ്ഥാൻ മധ്യപ്രദേശ് ട്രാൻസ്മിഷൻ പ്രോജക്റ്റിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിഡറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. BL കശ്യപ് എന്നുള്ള കമ്പനി BL കശ്യപ് 221 കോടിയുടെ ഒരു പുതിയ ഓർഡർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അടുത്തതായി IREDA ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള 7% ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി QIP വഴി പ്ലേസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത GRSCക്ക് $54 മില്യൺ കോൺട്രാക്റ്റ് ജർമ്മനിയിലെ ക്രാസ്റ്റീൻ റേഹൈഡർ 4 വെസൽസിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. നല്ലൊരു ഓർഡറായത്. അപ്പോൾ $54 മില്യൺ ഓർഡർ അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അയോൺ എക്സ്ചേഞ്ചിന് 161 കോടിയുടെ ഓർഡർ അദാനി പവറിൻ്റെ കയ്യിൽ നിന്ന് വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റൽ മാനേജിങ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽ ABC ആദിത്യ ബിർള ഫിനാൻസ് ലിമിറ്റഡുമായിട്ടുള്ള അമാൽഗമേഷന് ഒരു NOC RBIയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസിന് ആന്ധ്രാപ്രദേശിൽ ഒരു 44 റൂമുള്ള ഹോട്ടലിന് വേണ്ടിയിട്ട് അവർ ലൈസൻസ് പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സൊമാറ്റോയ്ക്ക് 11 കോടിയുടെ ഒരു GST ഡിമാൻഡ് ഓർഡർ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് IPO ഓഫറിങ്ങിൽ വെസ്റ്റേൺ ക്യാരിയേഴ്സ്, ഇന്നലെ പറഞ്ഞിരുന്ന വെസ്റ്റേൺ ക്യാരിയേഴ്സ് 13.89% സബ്സ്ക്രൈബായി ക്ലോസ് ആയത്. ഫൈനൽ ഡേ ഇന്നലെ ആയിരുന്നു. ആർക്കേഡ് ഡെവലപ്പേഴ്സ് 29.44% ഫൈനൽ ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്തു. നോർത്തേൺ ആർക്ക് ക്യാപിറ്റലും 20.18 ടൈംസ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇന്നലെ രാത്രിയുണ്ടായ റേറ്റ് കട്ടിനെ തുടർന്ന് ഗോൾഡ് റെക്കോർഡ് ഹൈയിലോട്ട് മാറിയിട്ടുണ്ട്. ഈ വന്ന റേറ്റ് കട്ട് ഡിസിഷൻ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മാർക്കറ്റിലോട്ട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. മാർക്കറ്റിൻ്റെ ഓവറോൾ മൂഡിനെ നല്ല പോസിറ്റീവിലോട്ട് മാറ്റും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ഗിഫ്റ്റ് നിഫ്റ്റി വളരെ ചെറിയ ഒരു പോസിറ്റീവിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്, പറയാൻ മാത്രമില്ല. ചെറിയ 2-3 പോയിൻ്റ് പോസിറ്റീവിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓവറോൾ പോസിറ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന റേറ്റ് കട്ട് 0.25 ആയിരുന്നു, പക്ഷേ അവർ കട്ട് ചെയ്തത് 0.5 ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓവറോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലോട്ടും അത് FII-DI ബൈയിങ്ങിലോട്ടും നല്ല ബൈയിങ്ങിലോട്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.